ഹലോ ഗൈസ്, പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പോൾ കുറേ കാലമായി കണ്ടിട്ട് അങ്ങനെ സ്ഥിരമായിട്ട് വ്ളോഗ് ഇടുന്നില്ല. എപ്പോഴെങ്കിലാണ് വ്ളോഗ് ഇടുന്നത്. കഴിഞ്ഞ ഇതേ സമയത്ത് കഴിഞ്ഞ ദസറക്കാണ് വ്ളോഗ് തുടങ്ങിയത്. ഒന്നാം വാർഷികം. പക്ഷെ അത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. നല്ല എന്റർടൈൻമെന്റ് ആയിരുന്നു. ഇന്ന് ദസറയാണ്, മംഗള ദസറയാണ്. അപ്പൊ ഞങ്ങൾ അടുത്തേക്ക് പോകുന്നതാണ്. എന്റർടൈൻമെന്റ് ആയിരിക്കും ഫുള്ള് കാണുക. ദസറ 2.0. അഫ്സൽക്ക മുച്ചന്റെ പേര് എന്തായിരുന്നു? പേര് അമിയ. ഞാൻ പോകുന്നു. ബൈ ബൈ. നീ എടുത്തോ പോകുമ്പോ? അമ്മ അന്ന് കേക്കൻ നാട്ടിൽ നിർത്തി 9 മണിയാകുമ്പോ. ജിംനേസ് ഗോപാൽ എത്തിനപ്പാ. ജിംനേഷ് ഗോപാലിന്റെ അവിടെ നിൽക്കുന്നു പറഞ്ഞത്. ജിംനേഷ് ഗോപാൽ മേൽപ്പറമ്പ്. നമ്മ ഈ പേര് മാറ്റിട്ട് മറ്റേ ട്രിപ്പ് പോയിനി, കോഴിക്കോട് ട്രിപ്പ്. ഇവനില്ലല്ല, ജിഷ്ണു നീ നടുക്കിരി. ജിഷ്ണു നിന്നെ കാണണം, ഇങ്ങനെ എടുത്ത് കാണണം. അല്ല എല്ലാരും സബ്സ്ക്രൈബ് ചെയ്യണം. അത് മുക്കാൻ വേണ്ടി മാത്രമല്ല. അത് എവിടെ പോയി? നല്ല രസം ഉണ്ടായിരുന്നു. ഇന്ന് ഇല്ലേ വ്ളോഗില്ലേ? വ്ളോഗ് എടുക്കടാ. നമുക്ക് ഇതന്നെ മതി. നമുക്ക് അങ്ങനെ ഡെയിലി വ്ളോഗ് ഇടാനല്ല. ഇതോ ഡെയിലി ഒരു കോമഡി ഉണ്ട്. പറയട്ടെ, നമ്മ മറ്റേ കാന്താരൊക്കെ ടിക്കറ്റ് ബുക്കാക്കി. അപ്പൊ ഫസ്റ്റ് ടിക്കറ്റ് ബുക്കാക്കുന്നത് ഇവനാണ്. അപ്പൊ പിന്നെ ഈ സംഭവം എന്ന് വെച്ചാൽ ഈ ഓപ്പൺ ആണെന്ന് 12 എടുക്കുന്നില്ല ഒരു ഇത് പോസ്റ്റ് കണ്ടു. അപ്പൊ ഞങ്ങൾ തലേ ദിവസമേ പറയുന്നുണ്ട് ഈ 12 ആകുമ്പോൾ ഓപ്പൺ ആക്കണം, അതായത് എടുക്കണം. അപ്പൊ ഫസ്റ്റ് തന്നെ എടുക്കണം, ബാക്കത്തെ സീറ്റ് എടുക്കണം. അതൊക്കെ ഇന്നെ കിട്ടൂല എന്നല്ല വിചാരിച്ചിട്ട്. അപ്പൊ 12 ആകുമ്പോൾ നമ്മ വന്നിട്ട് എന്നെ പറഞ്ഞു ഏത് അത് കോണിട്ട് അത് പറയാ. ഇപ്പൊ 12 ആകുമ്പോൾ ഞങ്ങൾ പറഞ്ഞു. അപ്പൊ ഇവൻ എന്താക്കി ഒരു ചിരിട്ടെ. ഇവൻ എന്താക്കി എടുത്തു. നല്ല നല്ല ഉപകാരമില്ല, സത്യം പറയില്ല. 12 വേണ്ടി എടുത്തു. സീറ്റ് പോട്ടെ എടുത്തതോ കന്നഡ കാന്താര. സീരിയസ്ലി ഇവൻ എടുത്തത് കന്നഡ കാന്താര. എടുത്തിട്ട് ഗ്രൂപ്പിലിട്ടിട്ട് നമ്മ തംസപ്പും കൊടുത്ത് തീ വിട്ടും. പിന്നെയാണ് കാണുന്ന കന്നഡ. കന്നഡ. എന്നിട്ട് ഇവൻ സംഭവം ഇവന് മാറി. എന്നിട്ട് എന്നിട്ട് ഉരുണ്ട് കളിക്കുന്നത്. അത് എടുക്കുമ്പോ കന്നഡ വരുന്നത്, മലയാളം എടുക്കുമ്പോ കന്നഡ വരുന്നത് അവൾക്ക് സംഭവമല്ല, ഇവന്റെ ഫാൾട്ടാണ്. എന്നിട്ട് നമ്മ ഓക്കെ ഒന്നും കൂടി എടുത്തു, മലയാളം എടുത്തിട്ട് ഇവനോട് പറഞ്ഞു ഹോട്ട് സീറ്റ് വേണ്ടിയിട്ടല്ല ഇവന്റെ 12 ഇറക്കാക്കുന്നത്. ഇവന്റെ ഹോട്ട് സീറ്റ് പറഞ്ഞ ഫ്രണ്ടിലാണ്. ഫ്രണ്ടിൽ 2ാമത്തെ റോലാണ് ഇവന്റെ ഹോട്ട് സീറ്റ്. അത് വലിയ പാർലമെന്റ് ആണ് തിയേറ്റർ. അതിലുണ്ടല്ലോ ബാക്കിൽ ഇപ്പൊ നമ്മൾ ഇരുന്നല്ലോ തിയേറ്ററിലെ സ്ക്രീനെല്ലാം ചെറുതായിട്ട് കാണും. അതാ നമ്മുടെ പ്രിയപ്പെട്ട ശരിക്കും പറഞ്ഞ ഫോണ് വിളിച്ചെങ്കിൽ റിംഗ് ആവും. വെറും ഷോ. അല്ല അതിലിപ്പോ മറ്റേ പാട്ട് ഇടണം, മറ്റേ കാറിൽ കയറുമ്പില്ല പാട്ടില്ലേ? നമ്മപ്പോ കാന്താര നോക്കാൻ വേണ്ടിട്ട് കാസർഗോഡ് ഭയങ്കര നീ കണ്ടോ? ഓ മൈക്ക് നഷ്ടപ്പെട്ടു ഗൈസ്. മാജിക് ഫ്രെയിം തിയേറ്ററിന്റെ ഈ 10-11 പ്ലാറ്റിനം ലിസ്റ്റൻ സ്റ്റീഫൻ അറിയാൻ ഈ 9, 10, 11 സീറ്റ് നമ്പറിൽ ഞങ്ങൾക്ക് മൈക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട്. കിട്ടുന്നവർ ഏൽപ്പിക്കേണ്ടതാണ്. ഞങ്ങളുമായി ബന്ധപ്പെടുക. നല്ല പാരിതോഷികം നൽകുന്നത്. ഇതിനും വേടകം നല്ല പാരിതോഷികം തരുന്നതായിരിക്കും.
ഫുഡ് കഴിക്കുന്നതിന് എടുക്കുന്നില്ലേ തുള്ളി പാഞ്ഞിട്ട് പോയത് സമ്മതിക്കുന്നതാണെങ്കിൽ ഓനെ പണിക്കെടുത്തോ പുതിയ പണിക്കാര ഗൈസ് ഗൈസ് നമ്മളെ മൈക്ക് അതിന്റെ സ്പീഡ് വന്ന് കിട്ടി ഓന്റെ ഇത് നോക്കിക്കോ 2 കിലോമീറ്റർ ഓടി 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 ഫുഡ് കഴിക്കുന്നതിന്റെ ഇത് നമ്മ ഓനെ സമ്മതിച്ചു മടിയല്ലേ നോക്കിട്ട് സീറ്റിലെ ആളുണ്ടായിട്ട് സീറ്റിന്റെ ഞാൻ പോകുമ്പോഴേക്ക് ഉണ്ടല്ലോ ഞാൻ പോകുമ്പോഴേക്ക് ഇന്റർവ്യൂ സ്റ്റാർട്ട് ആൾക്കാരെല്ലാം ചാ പറയുന്നത് ഞാൻ ആദ്യം മീത്ത കയറല് അപ്പൊ ആൾക്കാരെല്ലാം മേണിക്കാനല്ല പോകുന്ന സാധനമല്ല ഇല്ല ഇന്റർവ്യൂ ആയിട്ട് ഒരു പ്രശ്നം ഉണ്ടായിട്ടാ അപ്പൊ എന്നെ ചേച്ചിയും 10 മണിയുടെ ഷോക്ക് കയറിയിട്ട് ഇന്റർവ്യൂ എല്ലാം കഴിഞ്ഞു പടം കഴിഞ്ഞ് റിട്ടേൺ കാറിലേക്ക് എത്തുമ്പോഴേക്ക് ഇവന് നോക്കുന്നുണ്ട് അപ്പോഴേക്ക് മൈക്ക് കാണുന്നേ ഇല്ല. എന്നിട്ട് അപ്പന്നെ പാഞ്ഞിട്ട് തിയേറ്ററിനുള്ളിൽ കയറിയ സീറ്റിന്റെ അടിയെല്ലാം ഫുള്ള് തപ്പി കിട്ടിയിട്ട പോയി തന്നെ വിചാരിച്ചു. അതിന്റെ ബൈക്ക് നടന്ന ബൈക്ക് പറ്റ നോക്കി ഏടിയില്ല. എന്നിട്ട് ആദ്യം ഈ അടുത്ത ഡ്യൂട്ടിക്കാരോടെല്ലാം ചോദിച്ചു. അവര് പറഞ്ഞു ഇന്റർവെല്ലിനെല്ലാം തപ്പ. എന്നിട്ട് അതിന്റെ ഇടയിൽ സിനിമ നടക്കുന്നതിന്റെ ഇടയിൽ ഒരിക്കലും കൂടി പോയിട്ട് ഞാൻ അടിയിലെല്ലാം തപ്പി. എന്നിട്ടും കിട്ടിയിട്ട. പോയി തന്നെ വിചാരിച്ചിട്ടുണ്ടായിന്. അതിന് ഫുൾ ബേജാറ് എല്ലാം നമ്മളാ ദസറയുടെ മൂടെല്ലാം ഫുള്ള് പോയിട്ടുണ്ടായിന്. എന്നിട്ട് ഫുൾ ബേജാറ്. എന്നിട്ട് ഫുഡ് കഴിക്കാൻ പോയി. ഫുഡ് കഴിച്ചിട്ട് ഇന്റർവെല്ലിന് വരാന്നിട്ട് ഫുഡ് കഴിക്കുന്നിടത്തുനിന്ന് ആടുന്നുണ്ടായി. ഇന്റർവെല്ലിന് ഇറങ്ങാ ആ സമയം ആകുമ്പോഴേക്ക് എടുക്കെത്തുന്ന് തോന്നിയിട്ട. ഫുഡ് കിട്ടാനെല്ലാം ലേറ്റ് ആയി. ഹോട്ടലോട്ട് കുടിക്കാൻ തന്നെ ലേറ്റ് ആയി. ആദ്യം ഒരു ഹോട്ടലില് ഫുൾ ആള്, എന്നിട്ട് രണ്ടാമത് ഹോട്ടലിൽ കയറി ആടുന്ന് സാധനം വരാനും വൈകി ഫുള്ള് ഡിലേ തന്നെ. എന്നിട്ട് അങ്ങനെയല്ലോ ഫുഡും കഴിച്ചിട്ട് ഞാന് ഷോർട്ട് കട്ടിലെ പാഞ്ഞ് തിയേറ്ററിൽ പോയി. തിയേറ്ററിൽ എത്തലും ഇന്റർവ്യൂല് തുടങ്ങലും ആളെല്ലാം പുറത്ത് ചെയ്യലും ഞാൻ ഉള്ളിൽ കയറി ചേച്ചി ഉണ്ടായിനിപ്പ ഡ്യൂട്ടി ചെയ്യുന്ന ഓറും കയറി. അവർ രണ്ടാളും കൂടിയിട്ട് നല്ല പാങ്ങിൽ തപ്പി. അവൾക്ക് സീറ്റിന്റെ ഒരു കോർണറിൽ ഇങ്ങനെ ജാം ആയിട്ടുണ്ടായി. ഡീറ്റെയിൽ ആയിട്ട് നോക്കിട്ട് കിട്ടിയോ കിട്ടിയപ്പാടുണ്ടായ സന്തോഷം പറയേ വേണ്ട. ദൈവേ ഞാനുണ്ടല്ലോ കോമഡി ഒന്നുമില്ല. ഞാൻ ഇതിനെ പാഞ്ഞു പോയില്ലേ. അപ്പൊ ഗേറ്റ് 2 പൂട്ടിയിട്ടുണ്ട്. ഗേറ്റ് ഇല്ല. ഞാൻ ഗേറ്റെല്ലാം തുള്ളിട്ട് മതിലെല്ലാം തുള്ളിട്ടാണ് പാഞ്ഞു പോയത്. ഫുഡ് കഴിക്കുന്നതിന്റെ പായാൻ കഴിഞ്ഞില്ല. ആ കയറ്റൊന്നും വിൽക്കഴിഞ്ഞിട്ട് അത് കുറച്ച് നടക്കലും ചെയ്തു. ഗൈസ് ഞങ്ങളിപ്പോ കാന്താര സിനിമ കണ്ടു. ഇപ്പൊ നമ്മള് ഒന്ന് പറയാനെന്ന് വെച്ചാല് ദ ഹൈപ്പ് ഈസ് റിയൽ. യെസ്, തിയേറ്റർ എക്സ്പീരിയൻസ് മസ്റ്റ്. അടിപൊളി പടം ഒന്നും പറയാനില്ല. തിയേറ്ററിൽ തന്നെ പോയിട്ട് കാണണം, അല്ലെങ്കിൽ മസ്റ്റ് തിയേറ്ററിൽ. ദസറ നമ്മളെ കഴിഞ്ഞ വ്ളോഗ് നിങ്ങൾ ദസറയുടെ വ്ളോഗ് കണ്ടിട്ടുണ്ടാവൂലേ? ആ സംഭവം തന്നെ. ഇത് മംഗലാപുരത്തെ ടൗണിലത്തെ ഏറ്റവും വലിയ ഫെസ്റ്റിവലാണ് ദസറ. നിങ്ങളുടെ ലൈഫില് ജോയ് മീൻസ് ലൈറ്റ് തെളിയിക്കുന്ന ഒരു ആശയം ഞാൻ ഇവിടെ കേട്ടിട്ടുണ്ട്, വായിച്ചത്. അതിന്റെ ഐതിഹ്യം എന്ത് ഞാൻ ചോദിച്ചു. അങ്ങനെ ദസറയുടെ ഐതിഹ്യം ഇത് നവരാത്രി ഉത്സവത്തിന്റെ ഭാഗമായിട്ടാണ് ഈ ദസറ മംഗലാപുരം നടക്കുന്നില്ലത്. നവരാത്രി ആഘോഷം 9 ദിവസത്തെ ആ ആഘോഷം കഴിഞ്ഞതിന് ശേഷം വിജയദശമി, ഇന്ന് വിജയദശമിയാണ്. ആ നവരാത്രി കഴിഞ്ഞിട്ട് വിജയം ആഘോഷിക്കുന്നതാണ് ഈ ദസറ എന്ന പേരിൽ അറിയപ്പെടുന്നത് മംഗലാപുരത്ത്. ഈ 9 ദിവസം എന്ന് പറയുന്നത് കഴിഞ്ഞു. ദേവി പൂജ, 9 ദേവിയുടെ രൂപങ്ങളെ പ്രകീർത്തിക്കുന്ന ഒരു പൂജയാണ് ഇത്. ആദ്യം ശൈലപുത്രിയിൽ തുടങ്ങിയിട്ട് സിദ്ധിദാത്രി, പർവ്വത രാജാവിന്റെ മകളായ പാർവതി ദേവിയാണ് ശൈലപുത്രി പറയുന്നത്. അങ്ങനെ അതാണ് ആ 9 ദേവി രൂപങ്ങളെ ആരാധിക്കുന്നത്. 9 ദിവസങ്ങളിലായിട്ട്. ഈ നവരാത്രി ഉണ്ടാവാൻ കാരണം എന്ത് ഞാൻ പറയണ? അല്ല
എല്ലാം ഉണ്ട് അതല്ല ശരിക്കും ഈ നവരാത്രിയുടെ ആഘോഷം എന്ന് പറഞ്ഞാല് ഈ കാളി രൂപം ധരിക്കുമ്പോ എല്ലാം ദേവീനെ മിസ്യൂസ് ചെയ്യാൻ കുറെ ആൾക്കാരുണ്ടാവും, കുറെ ശുദ്രശക്തികളെല്ലാം ഉണ്ട് ദേവീരെ. ഇത് അതൊന്നും ശംഭു നിശംഭുമാർ കുറെ സംഭവങ്ങളുണ്ട്, കുറെ ആൾക്കാർ നിശംഭുമാരെല്ലാം ഈ കാളിയുടെ ശക്തിനെ ഇത് ദുരുപയോഗം ചെയ്യും. അങ്ങനെ ദേവീന്റെ ഊർജം വീണ്ടും ഉദ്ഭവിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ നവരാത്രി പൂജയുടെ ലക്ഷ്യം. മനസ്സിലായില്ലേ? എന്ത് മനസ്സിലായി? പുലിക്കളി നോക്കും ദസറ മൂഡ് വീണ്ടും ഓണായിരിക്കുക. അണിഞ്ഞ അല്ലെ കളഞ്ഞു പോയ ഹാപ്പിനെസ് അല്ലെ മൈക്കും ഹാപ്പിനെസ്സും ഒരുപോലെ തിരിച്ചെടുത്ത അണിഞ്ഞക്ക് ഇങ്ങനെ പിന്നെ JBF വേറൊരു കഥ ഉണ്ട്. അതന്നെ നമ്മപ്പോ അല്ല ഞാൻ ഇവന്റെ വേറെ കഥ ഉണ്ട്. എന്താ വെച്ചാല് ഈ മൈക്ക് നമ്മളെ കയ്യിൽ നിന്ന് മിസ്സായില്ലേ, ഇനിയിപ്പോ അത് കിട്ടിയിട്ടെങ്കില് ഭയങ്കര ഷോക്കാട്ടി ഷുവർ. ഈ വ്ളോഗ് മാത്രല്ല, വ്ളോഗ് ഉണ്ടാവുമെന്ന് ഡൗട്ട്. നമ്മ ഇതിന്റെ അടുക്ക് കുറച്ച് ഫുഡെല്ലാം കഴിച്ചു നമ്മ. അപ്പൊ നല്ല കണ്ടന്റ് നല്ല കണ്ടന്റ് ഉണ്ടാവേണ്ട സ്ഥലമാണ്. എന്താ വെച്ചാല് ഈ മൈക്കില്ലാത്തോണ്ട് എല്ലാവരും ആ ഒരു ഇതിലുണ്ടായി, പ്രത്യേകിച്ച് ഇവൻ ഓന്റെ മൈക്ക് മെയിൻ ഞാൻ മനസ്സിൽ കണ്ടത് അതന്നെ. നമ്മളെ ഇന്നത്തെ ഇത് ഫുള്ള് പോയി, ഹാപ്പിനെസ് പോയി. ആ ഒരു എന്റർടൈൻമെന്റ് ഒന്നാമത് ഇവൻ സൈഡായി, ഷർട്ട് സൈഡായി നമ്മില്ല ഇല്ല ഇല്ല. ഞാൻ ചിലപ്പോ പോട്ടി വീട്ടിലേക്ക് കഴിഞ്ഞില്ല ഇത്ര പോട്ടി നേരെ വീട്ടിലേക്ക്. നമ്മൾ അങ്ങോട്ട് കടത്തി വിടും. ഒരു 10 വേണോടാ? 10 ഓക്കെ 110. 100 ഉണ്ടല്ലോ, 110 100 പണ്ടേ ഉണ്ട്. ഫാസ്റ്റ് ട്രാക്ക് ലൈനല്ലോ. അതെ പൈസ കൊടുത്താൽ നമ്മക്ക് പിന്നെ പൈസ പ്രശ്നമില്ലല്ലോ അല്ലടാ. എല്ലാത്തിലും കുമാറേ എനിക്ക് പൈസ പ്രശ്നമുണ്ടോ? ഒന്നുകൂടി പറ കേക്കട്ടെ. അതന്നെ നമ്മളെ ഈ 5 ആളെ നയിക്കുന്ന ജീതുംപാട കഥ. പണിക്കൊണ്ട ആവശ്യമില്ല. അവന്റെ അടക്കത്തോട്ടം കുറച്ച് ഞാനാണ് ഇപ്പൊ ടോളിന് പൈസ കൊടുത്തേ, എല്ലാരും എന്നെ കൊടുത്തു. കോതളത്തുന്നല്ല ഇല്ലെന്ന് പറയുന്നേ. നമ്മളെ ഈ 5 ആളെ നയിക്കുന്ന ജീതുംപാട കഥ. അക്ബറിൽ പോയി ഇരിക്കുന്ന ഇവനതിന്റെ ഒന്നും ആവശ്യമില്ല. ഇവനാടെ ബൾപ്പ് കിട്ടുന്ന ആദായം ഇഷ്ടം ഉണ്ടംപൊരിയാണ്, കണ്ണിൽ ഉണ്ടംപൊരിയാണ്. ഞങ്ങളിപ്പോൾ കർണാടക എത്തി. എനിക്ക് കർണാടക സംസാരിക്കൂ പറ. പെട്രോൾ മാട് ബേക്ക് പമ്പക്ക് നോക്കിത്തരാം. മാട് വെച്ചാല് മാട് ആട് 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 അത് നമ്മളെ മാട്. ഗൈസ് നമ്മളിപ്പോ പമ്പിലെത്തി ഗൈസ്. പമ്പ് വെച്ചാല് നല്ല കർണാടക പമ്പാണ്. കേട്ടാ കുറച്ച് വെള്ളം നോക്കാണ്. പാതുക്കാലി വെള്ളരിപ്രാവ് നമ്മളിപ്പോ ഋഷിരാജിനെ ഒഴിവാക്കിട്ട് പോയതാണ്. ജിഷ്ണുനെ നമ്മ ഒഴിവാക്കി വെള്ളം നിറക്കാൻ പോയത്. അങ്ങനെ ഇല്ല ഇല്ല അങ്ങനെ അങ്ങടക്ക് ഞാൻ ചോദിച്ചിനോട് ഇവിടെ ഒരു വണ്ടി ഉണ്ടായി, അപ്പൊ ഇവിടെ കണ്ടു. നമ്മളെ കൂട്ടത്തിലെ ഏറ്റവും നല്ലൊരു കലാകാരനാണ് ജിഷ്ണു. തെയ്യം കലാകാരൻ. തെയ്യം മാത്രമല്ല, നല്ല പാട്ട് പാടും, അഭിനയിക്കും, ഡാൻസ് കളിക്കും. ഇതിമ്പാടത്തിന്റെ ശിഷ്യനാണ്. ഇതിമ്പാട് ഇരിക്കട്ടെ, നല്ല പാട്ടെല്ലാം പാടും. അവന്റെ അച്ഛന് നല്ല കഴിവുണ്ട്, ഇവനും കഴിവുണ്ട്.
പിന്നെ കഴിവേറിയാണ്. ഇവ കഴിവേറി അച്ഛനായി ഞാൻ അണിഞ്ഞ എനിക്ക് വേണ്ടിട്ട് അഞ്ഞൊരു മൈക്ക് കുറച്ചും കൊണ്ട് വെച്ചോ ഐഫോൺ സരിക മോളിക്ക ആദ്യം നീ തുടങ്ങ്. സാന്നില്ല പാട്ട് കളിക്കാളല്ല ഞങ്ങ എന്ത് തുടങ്ങുന്നത് സാന്നില്ല പാട്ട് സാന്നില്ല പാട്ട് അന്താശ്ശേരി 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 ഞാനും ഷർട്ടോ ടീം അല്ല ഒറ്റ ശരത്തടക്കുണ്ട് ഒറ്റ അടുത്ത അന്താശ്ശേരി കളിക്കാൻ സമയം കൊറേ പയ്യുണ്ട് നമുക്ക് പോവാൻ വലിയ പണിയാണ് സമയം അപ്പൊ അന്താക്ഷരിയാണ് നമ്മൾ അടുത്തത് ശരത്ത് ഒരു പാട്ട് പാടുന്നത് സാന്ന് വെച്ചിട്ട് ഒരു പാട്ട് സുന്ദരി നാനുണേ അടുത്ത അക്ഷരം കൊടുക്കോ നീ അക്ഷരം കൊടുക്ക് കൊടുക്ക് അങ്ങനെ നേരെ അക്ഷരം പറ അല്ല പകുതി അത് പകുതി അതല്ല കാർത്തിക ഇതിന്റെ അടുക്ക് അവസ്ഥ അത് കട്ടാക്കിക്കോ പിന്നെ കാലേ കടമിഴിയിൽ കമലത്തള്ള കടകിഴിൽ കാർത്തിക രാത്രിയിലൻ കൈക്കുമ്പിളിൽ വീണമുത്തേ കൈ വളർന്നും കൺമണിയാ നിൻചിരിയും നിൻമൊഴിയും പുലരി നിലാവായി പൂത്തതന്റെ നിൻചിരിയും നിൻമൊഴിയും പുലരി നിലാവായി പൂത്തതല്ലേ വെണ്ണില കൊമ്പിലേരാപ്പാടി എന്നു നീയേട്ടന്റെ ചിങ്കാരി ഓക്കടാ ഒരു പാട്ടോട്ടോ നിനക്ക് നല്ല പാട്ടോടാ കഴിവില്ലാത്തടത്ത് ഇല്ലാത്തവന്റെ അടുത്ത് നിനക്ക് കഴിവില്ലാന്ന് ആര് പറഞ്ഞേ അല്ല നിനക്ക് കഴിവില്ലാന്ന് നീ പറഞ്ഞേ മീൻ പിടിക്കാൻ പറഞ്ഞു രണ്ട് മീൻ പിടിച്ചാൽ അതോ അതിന്റെ കഴിവാണ് കാലുണ്ടല്ലോ ഇറുക്കിട്ട് പിടിക്കും കേസ് മംഗലാപുരം എത്തിയ കേസ്. മംഗലാരം നമ്മപ്പോ എവിടെ പോയ സിറ്റി സെന്റർ അല്ലേ മംഗലാപുരം വേണ്ട നമ്മൊരു 6:30-7 മണിയാകുമ്പോ ക്ഷേത്രത്തിലേക്ക് പോന്നെ ഗോകർണനാഥ ക്ഷേത്രം. ആടുന്നാണ് ഈ ഗോകർണനാഥ ക്ഷേത്രം. അങ്ങനെ ശിവന്റെ അമ്പലം. ആടത്തേക്ക് പോന്നെ. ആടുന്നാണ് ഇത് വിടുന്നത്. ഒരു 7 മണിയാകുമ്പോഴേക്ക് അടുക്ക് എത്തിയാൽ മതി. അതിന് മുമ്പ് നമ്മ സിറ്റി സെന്ററിൽ സ്റ്റുഡിയോ എല്ലാം ഒന്ന് കറങ്ങിയിട്ട് എക്സ്പ്ലോർ ചെയ്യാൻ പോവാന്ന്. കമോൺ. അണിഞ്ഞ രക്ഷകനെ പോലെ എടുത്തുകൊണ്ടുവന്നത്. ഒരു കരിമ്പിന്റെ ജ്യൂസ് ഓർമ്മ ഉണ്ടോ? എടാ നല്ല നല്ല കരിമ്പാണ് ജ്യൂസ്. സോറി ഗൈസ് നീ മൈക്ക് നോക്കിയല്ലേ ഞാൻ കണ്ടില്ല. അങ്ങോട്ട് കളിക്കുക. ഇതും പടകം 70 Pro Max എടുക്കുന്നോ? 70 Pro Max എടുക്കുന്നില്ല. എടാ നോക്കുന്ന ഇതും പടകം നമ്മളിപ്പോ സിറ്റി സെന്ററാണ് ഉള്ളത്. കഷ്ടകാലത്ത് മൈക്ക് പോയി. നമ്മളിപ്പോ സിറ്റി സെന്ററിലാണ് ഉള്ളത്. ജസ്റ്റ് ഒന്ന് ഗെയിം കളിക്കണം എന്ന് പറഞ്ഞത്. പറ ഗെയിം കളിക്കണോ? ഏത് ഗെയിം കളിക്കണ്ടേ? കൈ കാട്ടി വെച്ച് നീ ഫസ്റ്റ് അടിക്കോ? കണങ്ങ വായ നോക്കുന്നുണ്ട് ഗൈസ്. ഇതും പടകം കണ്ടൊക്കെ ഒരു മാന്യനെ പോലെ തോന്നുന്നു. മാത്രം ഫുള്ള് വായ നോക്കലാണ്. നോക്കുക ഊറ്റി കുടിക്കുന്നുണ്ട്.
ആവശ്യമില്ല ഞാൻ പറഞ്ഞു. വേറെ കാര്യമുണ്ട്. ഇത് പൈസ ഇട്ടെങ്കില് പൈസ ഇട്ടൊക്കെ പോവും പോണ്. ഇതെന്തിന് ഞാൻ നമ്മളെ കാണണ്ടേ. വേണ്ട ഇതിങ്ങനെ പൈസ ഇതാക്കിയിട്ട് ഇതാക്കുമ്പോ താലേക്ക് വരും. അപ്പൊ നമുക്ക് ഇത് കിട്ടും. 0 ഷുഗറാ? നോക്ക് ടേസ്റ്റ് നോക്ക്. നല്ല രസമുണ്ട്. ഇവരെന്നെ മേടിക്കുന്നത് തിന്നു. നമുക്കൊന്നും തരുന്നില്ല, പക്ഷെ നമ്മ തിന്നു. ഷുഗർ കട്ടില്ലേ അല്ലേ? നവരാത്രി പൂജ അല്ല. കഴിഞ്ഞ മടുക്ക് ഇഷ്ടം. പെട്ടെന്ന് മതിയാക്കൂടാ. അന്നെ അതോ ഇവൻ തിന്നൂടാ. കച്ചല്ല വിഷ്ണു അത് കൊടുക്ക. കഴിഞ്ഞ നീ അതില് മറ്റേ ഇരുന്നിട്ട് പോകും. എന്നോടാ ബാ സമ്മതിക്കുന്നില്ല. തമ്മയുണ്ട് ഇരുന്നിട്ട് തന്നെ പോണം. ഇരുന്നിട്ട് പോവും. ഒരുവൻ മുതലാളി പറയണ്ടായിരുന്നല്ലോ. ഇന്ന് ഇറങ്ങിട്ട് പോട്ടി ഷർട്ട് ഇട്ടോക്കിട്ട് വെറുതെ പട്ടിച്ച് കളിക്കല്ല. മേടിക്കുന്ന മേടിക്കും. എല്ലാം ഇപ്പൊ നാളെ പോസ്റ്റ് ആക്കും. നടന്ന് ദസറയുടെ അടുത്തേക്ക് എത്തി ഗൈസ്. ഒന്നാമൊന്നും കഴിയുന്നില്ല. എന്നെ കുറേ ആയി നടത്തിക്കുന്നേ ജിഷ്ണുവും ഇപ്പൊ ഷർട്ടും കൂടിട്ട് എത്തിയിട്ട് ഇപ്പൊ ഇടത്തേക്ക് ദസറയുടെ അടുത്തേക്ക് എത്തിയതേ ഉള്ളൂ. 4 വട്ടം ചോദിച്ചിരിക്കുന്നു മേഡനോട്. ഞാൻ ഓടിച്ചിട്ടാ ഓനെങ്ങനെ ഓനെവിടെ പോയാലും 4 വട്ടം ചോദിക്കാന്നോട്. നടത്തിയോണ്ട് നട്ടോണ്ടല്ല. നീ എന്ത് ഡ്രസ്സെല്ലാം മാറിയത്? മറ്റേത് വേർത്ത് രാവിലെ ഇട്ടത്. അപ്പൊ ഞങ്ങളെല്ലാം വേർത്തിട്ടല്ലേ ഇല്ലത്? ഇതെന്ത് ഫുൾ കൈ അല്ലേ? കൊല്ലു ആ
ആ വീഡിയോ എടുക്കുന്നുണ്ട് കൊള്ളു കൊള്ളു ಕೌಟುಂಬಿಕ ಮೌಲ್ಯಗಳು ಪರಿಣಾಮದಿಂದ
സംഭവം എന്ന് വെച്ചാൽ ഋഷിരാജ് സിംഗിനെ കാണുന്നില്ല. നമ്മ നേരത്തെ ഇന്ന് നേരത്തെ എത്തി, വീട്ടില് നേരത്തെ പോവാ. ഇവരെക്കാട്ടി മുമ്പേ ഞാനെത്തി. എന്റെ സംഭവം പറഞ്ഞ ഫോൺ സ്വിച്ച് ഓഫ് ആയിട്ട് ഞാൻ ഒറ്റക്കിനെ നടന്നിട്ട് ബേരാമയ്യറിയുന്നില്ലേ അപ്പൊ? ഞാനേതോ ഋഷിരാജ് സിംഗിന്റെ ഒക്കെ ഞാൻ ഉണ്ടായത്. ഞാൻ എന്റെ ഏതോ ബംഗാളിയോടെല്ലാം ചോദിച്ചിട്ട് ഫോൺ ഓഫ് ആയിട്ട് ബംഗാളികൾ 4 ബംഗാളിയോട് ചോദിച്ചു. ദൈവത്തിനറിയും ഇങ്ങനെ ചോദിച്ചോട്ടെ. അപ്പൊ അപ്പൊ ഋഷിരാജ് സിംഗിനെ കാണുന്നില്ല. 2 hours later. ഗൈസ് ജിഷ്ണുനെ കിട്ടി. പോയിട്ടാ ഞാൻ കാഴ്ച നോക്കിക്കൊണ്ടു. അതിന്റെ അടുക്ക് എവിടെ പോയി ഇതിൻ പടത്തിനെ കൈ ഓടിച്ചിട്ടുണ്ടായി. ഒന്നര മണിക്കൂർ ഇവരെ കാത്തുനിന്നോ സംഭവം. എന്റെ ഒരിക്കൽ ഞാൻ സിറ്റി സെന്റർ ഏത് കുഞ്ഞിനോട് വെച്ചെങ്കിൽ അറിയും. ഈ പോലീസ് വരുന്ന സ്ട്രേറ്റ് അല്ല പോലീസ് പറയുമ്പോ നമ്മ പിന്നെ സീത നോക്കല്ലേ. നമ്മളവിടെ തന്നെ പോലീസ് പറഞ്ഞാൽ നേരെ പയ്യെല്ലാം പറഞ്ഞു സീത വരും. സീത നടന്നു. അപ്പൊക്ക് 2 കാഞ്ഞങ്ങാട് പിള്ളേരെ കിട്ടി. പിന്നെ അപ്പ ഉണ്ടായോണ്ട് ഭർത്താനെ പറഞ്ഞു നടന്നു. ഫുഡിന്റെ പാഴ്സൽ ഉണ്ടായിരുന്നു. തിന്നു ഒരു സ്കൂളിൽ നിന്ന് ഒറ്റക്ക 2 കുബൂസ് ഉണ്ടായി, ഒരു അൽഫാമിന്റെ ചിക്കൻ, വിടുന്നില്ലയോ ഒരു ചെക്കൻ ഉണ്ടായി. വിടുന്നില്ലയോന്നിടാ. അല്ല അങ്ങോട്ടേക്ക് പോവാ. ഇങ്ങോട്ടേക്ക് എന്ത് സംഭവം? ബയ്യ അറിയുന്ന ആരെങ്കിലും മേപ്പിട്ടോ? ഒരു പെണ്ണുങ്ങളോട് പയ്യ വെച്ചു. പയ്യ വെച്ചിട്ടാകുമ്പോ അറിയില്ലായിരുന്നു. എന്നിട്ട് ഒരാണുങ്ങളോട് വെച്ചു. അപ്പൊ ഇങ്ങോട്ട് പറഞ്ഞു. എന്നിട്ട് അങ്ങോട്ട് പറഞ്ഞു. അങ്ങോട്ട് പോയിട്ട് അപ്പൊ എത്തുന്നേ ഇല്ല. എന്നിട്ട് ഒരാണുങ്ങളോട് വെച്ചു. അപ്പൊ ഇങ്ങോട്ട് പറഞ്ഞു. അപ്പൊ ഇങ്ങോട്ട് ആദ്യം നടന്നു. പിന്നെ അക്ക് പിടിച്ചു. അപ്പൊ നിങ്ങൾ ഫുഡ് കഴിക്കാൻ പറ്റും. നിങ്ങൾ ഫുഡ് കഴിക്കാൻ പറ്റുമ്പോ പിന്നെ നിങ്ങൾ ഹോട്ടലിലേക്ക് വന്നിട്ട് വിളിച്ചിട്ടേ ഞാൻ നേരെ നടന്നിട്ട് വരുന്നുണ്ടായി. അക്ക് പയ്യ അറിയില്ല. എന്നിട്ടാകുമ്പോ എന്നോട് വന്നിട്ട് ഇങ്ങനെ എന്റെ ഒന്നുമില്ല. എന്റെ ചങ്ങായിമാർ കാണുന്നില്ല. ഏടാന്ന് വെച്ചു. ഞാൻ പറഞ്ഞു ഏടാ അറിയില്ല, ഏടെ ഹോട്ടലുണ്ട് പറഞ്ഞു. നീ പോയിക്കോ പറഞ്ഞിട്ടാകുമ്പോ ഞാൻ നേരെ മതിലിന്റെ കയറിയത്. അല്ലെ അപ്പൊ അന്ന് നിങ്ങളെ കണ്ടത്. ഇവരെ 2 വട്ടം മിസ്സായത്. 2 വട്ടം ഫുഡ് കഴിക്കാൻ മിസ്സായി, വരാനും കാത്തിക്കാനും. നിങ്ങൾ തന്ന ഫുഡ് ഞാൻ കഴിച്ചില്ലല്ലോ. അത് നല്ല കാര്യം കേട്ടോ. അല്ലെങ്കിൽ പൈസ പൊട്ടിക്കട്ടിയോ. ഗൈസ് ഇപ്പൊ സമയം 3 മണിയായി. ഇപ്പൊ നമ്മ നാട്ടിലേക്ക് ഇപ്പോ എത്തിയില്ലടാ. ഒരു 10 മിനിറ്റ് ഇവന്റെ വീട്ടിലേക്ക്. ഞങ്ങൾക്ക് ഇനിയും പോകാണ്ട് 1 മണിക്കൂർ. 2 ആൾക്കാർ എല്ലാരും 2 പെടന്മാർ. 2 ആൾക്കാർ ഇറങ്ങി. ബാക്കി 2 ആൾക്കാർ ഉണ്ട്. അതെടാ 1, 2, 1 ആളുണ്ട്. അപ്പോ നെക്സ്റ്റ് വ്ളോഗിൽ കാണാം. ഓക്കെ ബൈ ബൈ. അതിമനോഹരമായ വ്യൂ ആണില്ല. നോക്കറ കോടമഞ്ഞ് മൂടി കിടക്കുകയാണ് മൊത്തം.